സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ് മച്ചാട് മാമാങ്കം കാണണം. സാമ്പിൾ വെടിക്കെട്ട് കണ്ടിട്ടില്ലല്ലോ, അത് കണ്ടിട്ട് മാമാങ്കം കാണാം. ശരിക്കും 3 ടീമിൻ്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ട്. തിരക്കും ആ സമയത്തിന് എത്താൻ പറ്റാത്തതുകൊണ്ട് ആദ്യത്തെ ടീമിൻ്റെ കാണാൻ പറ്റിയില്ല. കണ്ട 2 ടീമും പാക്കറുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കിടുപിടിക്കട്ടായിരുന്നില്ലേ. ഇനി മാമാങ്കത്തിന് വരാം. വന്ന് കയറി ആദ്യം കണ്ട തന്നെ കുംഭക്കുടം. അതൊരു വെറൈറ്റി പരിപാടിയാണ്. എല്ലാ പൂരം വേല അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇല്ലാത്ത ചെറിയ പിള്ളേരും ആൾക്കാരൊക്കെ കുംഭക്കുടം എടുത്ത് നാദസ്വരതൊക്കെ ആയിട്ട് കിടിലം പരിപാടിയായിരുന്നു. ആദ്യം അത് കാണാം. കുംഭക്കുടത്തിൻ്റെ അവിടുന്ന് കുറച്ച് നേരം കണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ മേളം നടക്കുന്നുണ്ട്. ഏതോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തിരക്കാരനാണ്ട് എത്താനും പറ്റുന്നില്ല. പിന്നെ ഈ മേളത്തിലെ വലിയ പേര് കേട്ട ആൾക്കാരൊന്നും എനിക്കറിയില്ല. കുറച്ച് നേരം മേളം കണ്ട് സൈഡിക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് മച്ചാട് മാമകത്തിൻ്റെ താരങ്ങൾ. ഈ കാണുന്ന പന്തലിൻ്റെ ഉയരം കണ്ട ആ പന്തലിൻ്റെ മീതേക്ക് കാണുന്ന കുതിരകളെ ഇറങ്ങി എത്തിച്ച പന്തൽ പൊളിക്കണം. കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കുതിരകളെയൊക്കെ കാണാം. എന്നാൽ ഇനി കുതിരയേറ് കണ്ടാലോ. ഓരോരോ കുതിരകളേനെയും ഓരോ ദേശത്തിൻ്റെ കുതിരകളേനെയും എടുത്ത് അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് വന്നിട്ടാണ് ഓരോരുത്തർക്കും 3 അവസരം. ചില കുതിരകളേന് മാത്രം 4 വട്ടം എറിയുന്നുണ്ട്. അവർക്ക് ഇതിന് പ്രത്യേക എന്തെങ്കിലും ഉണ്ടാവും. ചില ടീം 4ഉം ചില ടീം 3 വട്ടമാണ് എറിയുന്നത്. കുറച്ച് നേരം കുതിരയേറ് മത്സരമൊക്കെ കണ്ടു. ഒരു ദേശക്കാരും പന്തലെറിഞ്ഞ് പൊളിച്ചൊന്നുമില്ല. ഒരു ദേശത്തിൻ്റെ കുതിര മാത്രം കഷ്ടിച്ചതിൻ്റെ മീതൊന്ന് മുട്ടിച്ചു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ഹരിജൻ വേല എന്നറിയപ്പെടുന്ന ഒരു കലാപരിപാടി വന്നു. അതൊരു അടിപൊളിയായിട്ടായിരുന്നു. അങ്ങനെ എവിടെയും കാണാത്തൊരു കലാരൂപം. പൂരങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട്, 1 2 ഒക്കെ വരുന്നത്. ഇവിടെ അതിൻ്റെ ഒരുപാട് ആൾക്കാർ. അത് നല്ല രസമുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം അത് കാണാം.
അരിജമ്പേരൊക്കെ കണ്ടുനിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും രാത്രി സ്റ്റേജ് ഷോയുടെ പരിപാടികളൊക്കെ തുടങ്ങി. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. സ്റ്റേജ് ഷോ ഒന്നും കാണാൻ നിന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെ തിരിച്ചു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മച്ചാട് മാമാങ്കം. നിങ്ങൾക്കും മാമാങ്കം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.